മണി വിളിക്കണ്ടല്ലോ. ആ മണിയാ പറയടാ. ആ ശരിയായാ കല്യാണൊക്കെ റെഡിയായിരുന്നു. അപ്പൊ ഓരോ വീട്ടുകാരൊക്കെ സമ്മതിച്ച് അടിപൊളി ഭാഗ്യവാൻ. ആ ഞങ്ങളിതാ ഓഫീസിൽ നിന്ന് ഇറങ്ങി. അല്ല തയ്യാറെടുപ്പ് തുടങ്ങിയ അത്ര വിട്ടാ ഒരാഴ്ച ഉള്ളല്ലോ അല്ലേ? എന്നാ ഞങ്ങളിത് അപ്പം അങ്ങോട്ട് വരാം. നമുക്ക് നട പോയി വരാം അല്ലേ? ഇവിടെ അടുത്താണല്ലോടാ. ഓക്കെ ഓക്കെ ഇപ്പൊ വരട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. അതെ ഒരാഴ്ച പാടെ കഴിഞ്ഞോട്ടെ, ഞാൻ വന്നിട്ട് ടോക്കൺ അടിക്കാം. അത് 1:45 പറയുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് ഒരു 1:65 കച്ചവടം മുറിക്കാം. ഒരു 20 ദിവസത്തെ ഗ്യാപ്പും പാടെ ഇട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങൾ ആചാര്യോട് പറയും. പിന്നെ ആചാരം മറ്റേ 1.5 ഏക്കർ ഉണ്ടല്ലോ, അത് നമുക്ക് മറ്റേ ബിൽഡിങ്ങിനായിട്ട് മാറ്റടിക്കാം. ആയിക്കോട്ടെ. ടോട്ടല് 2 ഏക്കറേ ഉള്ളത്. നാട്ടുകച്ചവടം ചെയ്യാൻ പറ്റുള്ളത് 60 ലക്ഷം റുപ്യ അങ്ങനെ വേണ്ടി വരും. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുന്നാല്. അല്ലടോ ഈ കല്യാണത്തിന്റെ പരിപാടി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതാ കല്യാണത്തിന്റെ സെറ്റപ്പ്. ഇതെന്താ നിങ്ങളെ ഇതിന്ന് കല്യാണം കഴിക്കണമെങ്കിൽ ഇങ്ങനൊക്കെ ഒരു സംഭവം നിങ്ങൾക്ക് അറിഞ്ഞല്ലേ? ഇങ്ങനെ പറയണ്ടേ ചൂടോണ്ടേ. അല്ലടാ മുറിച്ചോ? ഇത്രയോ? അതോടെ വെച്ച അതല്ല, അത് വേറെ സാധന. ഇത് മരക്കശനാണ് ചങ്ങായി. എന്താ പറഞ്ഞു? അല്ല ഇന്നൊരു സുന്നത്ത് ചെയ്ത് 3 ദിവസമായിട്ടുള്ളൂ. 40 ദിവസം കൊടുക്കണം. ഇതെന്താ ശീശേ? ചൂട് കളിക്കാൻ പറ്റുള്ളൂ. അത് ശരി. അത് ഊരി കൊടുക്കല്ലേ? വല്ലാത്ത സാധനായി. അല്ല എന്നിട്ട് കല്യാണ പരിപാടിയൊക്കെ എന്തൊക്കെയായി? വേറെ കല്യാണം ഇതിനൊരു തീരുമാനമാകാതെ ഇപ്പൊ ഒരു കല്യാണം ആലോചിക്കാൻ പറ്റൂല. ഒക്കെ റെഡിയാക്കിണ്ട്. ഇതിനൊരു തീരുമാനം കണ്ട ആദ്യം. എന്നിട്ട് ഓളെ കൂട്ടി കൊണ്ടുവന്നാൽ മതി. അതാണല്ലേ വല്ലാത്ത സംഭവം. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനൊരു തീരുമാനം കാണാതെ ഡേറ്റ് ഉറപ്പ് കൊടുക്കാൻ പറ്റൂല. ഓളവിടെ ഉണ്ട്. ഓളെ കുറിച്ച് ഇപ്പൊ ചോദിക്കല്ലോ. ഇതിനൊരു തീരുമാനം കണ്ട നമ്മളെ സുബേർ കൊടുക്കുന്ന തോന്നുന്നു. ഓർക്ക് വേണേ കാറും മറ്റേ വീപ്പിളിയൊക്കെ കൊണ്ടുകൊടുത്തിന്. എന്ത് വിളിക്കാം. കച്ചവടമൊക്കെ തൽക്കാലം നിർത്തിവെച്ചിരുന്നു. അല്ല സംഭവം ആദ്യം പറയാം. നമ്മ കുറച്ച് ഹോർലിക്സും മുട്ടയും കാര്യങ്ങളും വാങ്ങി കൊണ്ടുവരും. ഞാൻ കല്യാണത്തിന്റെ സംഭവം എന്നൊക്കെ പന്തലിന്റെ പരിപാടിയാണ്. പിന്നെ ഇതിന് പന്തലിടാന്ന് എനിക്കറിയില്ലല്ലോ. എല്ലാത്ത കാര്യം ഒന്ന് കുറച്ചുകൊണ്ട് നീങ്ങി. എന്ത് അല്ലത് മുഴുവനും പോയാ ഇതിനെ കൊണ്ടോണ്ട. അല്ലടാ ഞാനും കുറച്ചുകൂടെ നിന്ന് മോന്റെ അതിനെ കൊണ്ടേക്കോയി. അല്ലേ പിന്നെ ഒരു കാര്യം ചെയ്താൽ കുറച്ച് ഹോർലിക്സും മുട്ടയും അതൊക്കെ വാങ്ങിട്ട് മാപ്പിളാരൊക്കെ സമ്മതിക്കണം കേട്ടോ.